പുതുതായി ബിസിനസ് തുടങ്ങുന്ന പല ആളുകളും അതുമായി ബന്ധപ്പെട്ട ലൈസൻസ് രജിസ്ട്രേഷൻ എല്ലാം എടുക്കാറുണ്ട്. പക്ഷെ പലപ്പോഴും പല ആളുകളും ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ എടുക്കാറില്ല. അതിന് പ്രധാന കാരണം മേ ബി അവർക്ക് അത് അറിയാത്തത് കൊണ്ടാണ് എന്തിനാണ് ഈ ഒരു ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്യുന്നത് എന്നുള്ളത്. നമുക്കറിയാം, ഒരു ബിസിനസ് ഒരു 4-5 വർഷം ടൈം എടുക്കും അതിനൊരു ബ്രാൻഡിംഗ് ലെവലോട്ട് എത്തിക്കാൻ. ഈ ഒരു 4-5 വർഷത്തെ എഫേർട്ടിൽ നമ്മുടെ സ്ഥാപനം ഒരു നെക്സ്റ്റ് സ്റ്റേജിൽ എത്തുന്ന സമയത്ത് മറ്റൊരു വ്യക്തി പറയുകയാണ് നിങ്ങളുടെ പേര് നിങ്ങൾ ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു 4-5 വർഷത്തെ എഫേർട്ടാണ് അവിടെ ഇല്ലാതെയാവുന്നത്. അപ്പോൾ ഇങ്ങനെ വരാതിരിക്കാൻ, അതുപോലെ തന്നെ നിങ്ങളുടെ സ്ഥാപനത്തിന്റെ പേര് മറ്റാരും ഉപയോഗിക്കാതിരിക്കാനും വേണ്ടിയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്യണം. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ പേര് മറ്റാർക്കും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു സ്ഥാപനം തുടങ്ങുന്ന സമയത്ത് തന്നെ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് ആരെങ്കിലും നിലവിൽ ട്രേഡ് മാർക്ക് ഈ ഒരു പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ അതിന് ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. അവിടെ മേ ബി ഒരു ചെറിയൊരു എമൗണ്ട് നിങ്ങൾക്ക് എക്സ്പെൻസ് വരും. ആ ഒരു എക്സ്പെൻസ് നിങ്ങൾ മീറ്റ് ചെയ്യാൻ റെഡി അല്ല എങ്കിൽ ഭാവിയിൽ നിങ്ങളുടെ ഇത്രയും കാലത്ത് എഫേർട്ട് ഒറ്റയടിക്ക് ഇല്ലാതെയായി പോകാൻ അതൊരു കാരണമാവും. അപ്പോൾ നിങ്ങൾ ഒരു ബിസിനസ് തുടങ്ങുന്ന ആള് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളൊരു ബിസിനസ്സിലോട്ട് വരുന്ന സമയത്ത് ഇത് എക്സ്പാൻഡ് ചെയ്യാൻ, നിങ്ങളുടെ നാട്ടിൽ ചെറുകിട ബിസിനസ് സംരംഭമൊക്കെ ആണെങ്കിൽ അത് നിങ്ങൾ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ഇത് എക്സ്പാൻഡ് ചെയ്യണം. ഭാവിയിൽ നിങ്ങളുടെ അറ്റ്ലീസ്റ്റ് ഒരു സ്റ്റേറ്റ് ലെവലോ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ലെവലോ സ്റ്റേറ്റ് ലെവലോ അതിലേക്ക് നിങ്ങൾ ഒരു മൊത്തത്തിൽ ഇന്ത്യ മൊത്തം നിങ്ങൾ സെയിൽ ചെയ്യാനോ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തേക്ക് സെയിൽ ചെയ്യാനോ ഇങ്ങനെയൊക്കെ കുറച്ച് എക്സ്പാൻഷൻ പ്ലാൻ ഉള്ള ആളുകൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്ത് ചെയ്യണം. അതല്ലാതെ നോർമൽ ചെറിയ സ്ഥാപനങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ട്രേഡ് മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യാൻ ഒരു ബ്രാൻഡ് ആവാനും നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഇപ്പോൾ തന്നെ ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്തിരിക്കണം. ഇത്തരം ബിസിനസ് റിലേറ്റഡ് അപ്ഡേറ്റ്സിനായിട്ട് ഇപ്പോൾ തന്നെ താഴെ കൊടുത്തുള്ള ചാനൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യാം.